സംഘപരിവാരം നമ്മുടെ മുമ്പിൽ പൊള്ളയായ ഒരു സാധനമാണ്. അതിന് മെക്കാനിക്കലും സിസ്റ്റോ കൊണ്ടൊരു യന്ത്രമൊക്കെയാണത്. പക്ഷേ നമ്മൾ മൂസയായാൽ, നൂഹായാൽ, ഇബ്രാഹിമായാൽ, ഉമറായാൽ, ഖാലിദ് ബിൻ അബീ വഖാസും ഖാലിദ് ബിൻ വലീദൊക്കെ ആയി മാറിയാൽ, നിങ്ങൾ ഇസ്ലാമിന്റെ വിശുദ്ധിയുള്ള സംഘമായിട്ട് മാറിയാൽ, വർഗീയ സാമുദായിക ജാതീയതകൾക്കപ്പുറം മാനവികതയും മനുഷ്യത്വവും സത്യവും നീതിയും ദൈവികതയും പ്രവാചകത്വവും നിങ്ങളിൽ ചേർന്ന് വന്നാൽ പിന്നെ അവർക്ക് നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് അള്ളാഹുവിനോട് ഫലാ തുതഇൽ കാഫിരീൻ, ആരെയും നിങ്ങൾ അനുസരിക്കണ്ട. ഫസ്ബിർ ലിഹുക്മി റബ്ബിക്, നിങ്ങൾ അള്ളാന്റെ വിധിക്ക് കാത്തിരുന്നു. വലാ തുതഇ മിൻഹും ആസിമൻ ഔ കഫൂറ, ഈ ക്രിമിനലുകളും ധിക്കാരികളെ ഒന്നും അനുസരിക്കണം. കാലത്ത് ഒരു സമയത്ത് ധൈര്യത്തോടുകൂടി നമ്മൾ പറയേണ്ട ചില കാര്യങ്ങൾ, ആത്മവിശ്വാസത്തോടുകൂടി പറയേണ്ട കാര്യങ്ങൾ, പറയുന്നതിലും അവതരിപ്പിക്കുന്നതിലുമൊക്കെ പലരും അകത്തേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പോഷക സംവിധാനങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യൻ സാമൂഹിക അന്തരീക്ഷത്തിലെ, നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും അപകടകാരിയായ ശൈത്താനെ, ജാഹിലിയത്തിനെ, ഫാസിഖിനെ, ലോലിമിനെ, മുനാഫിഖിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഈ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നശീകരണങ്ങൾ, ദുരന്തങ്ങൾ, അത് വ്യക്തികളെയും സമൂഹങ്ങളെയും എവിടെയാണ് കൊണ്ടുചെന്നെത്തിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജാഇരിൻ അഫ്ളലുൽ ജിഹാദ്, ഏറ്റവും വലിയ സമരം, പോരാട്ടം, ത്യാഗം, പരിശ്രമം, കഠിനാധ്വാനം എന്നൊക്കെ പറയുന്നത് അധികാര സംവിധാനങ്ങളുടെ മുമ്പിൽ സത്യങ്ങളെ തുറന്ന് പ്രഖ്യാപിക്കലാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർഹു ബിയദിഹി, രാഷ്ട്രീയപരമായ തിന്മ, മതപരമായ തിന്മ, സാമ്പത്തികമായ തിന്മ, വിശ്വാസപരമായ തിന്മ, വിദ്യാഭ്യാസ, പാരിസ്ഥിതിക, സാംസ്കാരിക, സാമൂഹിക ഏത് തിന്മകൾ കണ്ടാലും ഈമാനുണ്ടെങ്കിൽ നിങ്ങളതിനെ കയ്യുകൊണ്ട് തടയണമെന്നാണ്. തടച്ചലിന്റെ രൂപത്തിന് വ്യത്യാസമൊക്കെ ഉണ്ടാകും. അത് സാഹചര്യവും സന്ദർഭവും അവസ്ഥകളെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് തരം തെറ്റുകളും തടയേണ്ടത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർഹു ബിയദിഹി, കയ്യുകൊണ്ട് തന്നെ. ഇത് കൈകൊണ്ട് തടയാന്ന് പറയുമ്പോഴേക്ക് വേറെ ഏതോ ലെവലിലേക്ക് നമ്മൾ ആലോചിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അത് ആലോചിക്കാതിരിക്കേണ്ട കാര്യമല്ല. രണ്ടിനെയും നമ്മൾ മനസ്സിലാക്കി വെക്കുക. മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർഹു ബിയദിഹി, നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ഏത് തിന്മയ്ക്കെതിരെയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അധികാരം ഉണ്ടെങ്കിൽ, കയ്യ് പ്രയോഗിക്കാൻ പറ്റപ്പെടാന്ന് ചോദിക്കാൻ അധികാരം ഉണ്ടാവും. നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു അധികാരം ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെ കുട്ടി എന്ത് വേഷം ഇടണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓന് പിശാചിന്റെ തലയൊക്കെ വെച്ച് ഒട്ടിപ്പിടിച്ച പാൻറ്റും കുപ്പായൊക്കെ ഇട്ട് ഇറങ്ങി വരുമ്പോൾ ഇത് കഴുതയാവാണ്, ഇത് കുരങ്ങാവാണ്, ഇത് പട്ടിയും പന്നിയൊക്കെ ആവാണ്, ഇങ്ങനെ ഈ പോവല്ലടോ, മാനം മര്യാദയ്ക്ക് പുറത്തിറങ്ങ് എന്ന് വീട്ടിൽ പറയാനുള്ള അധികാരം ആർക്കുണ്ട്? വാപ്പാക്കും ഉമ്മാക്കും ഉണ്ട്. അല്ലദീനയും മക്കന്നാഹും ഫില്ലർ, നിങ്ങൾക്ക് എവിടെങ്കിലും ഒരു ആധിപത്യം ഉണ്ടെങ്കിൽ, ഒരു പ്രദേശത്ത്, ഒരു സംവിധാനത്തിൽ, ഒരു ഏതെങ്കിലുമായ ഒരു പ്രൊജക്റ്റിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു സ്വാധീനമുണ്ടെങ്കിൽ, അഖാമുസ്സലവാത വസക്കാ, നിങ്ങൾ നന്മ അമറു ബിൽ മഅറൂഫി വനഹു അനിൽ മുൻകരി, ജനങ്ങളോട് ദൈവബോധം നിലനിർത്താനും സാമ്പത്തികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നിങ്ങൾ രംഗത്ത് വരണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു അധികാര മനസ്സൊരു മുസ്ലിമിന് ഉണ്ടാവണം എന്നുള്ളതാണ്. എല്ലായിടത്തും അമ്റും ബിൽ മഅറൂഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്മാരൊക്കെ അപേക്ഷിക്കുന്നവരും അപേക്ഷിച്ചിട്ടവരും മനുഷ്യരോട് അധികാരത്തോടു കൂടി നീ ഇങ്ങനെ ആവല്ലടോ എന്ന് പറയുമ്പോൾ അത് വിനീതത്വത്തിന്റെയും അതുപോലെ തന്നെ ദയനീയതയുടെയും പ്രകടനമല്ല, മറിച്ച് ആത്മാഭിമാനമുള്ളത് കൊണ്ടാണ്. നീ ഇങ്ങനെ ആയാൽ നീ മുടിയും, നീ തുലയും, നിന്റെ നാട് നശിക്കും, അതുകൊണ്ട് ഈ അങ്ങനെ ചെയ്യല്ലേ എന്നപേക്ഷിച്ചിട്ടുണ്ട്. അത് ഭയപ്പെട്ടതുകൊണ്ടല്ല, അവർക്ക് സംഭവിക്കാനിരിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും ഇഹലോകത്തും പരലോകത്തും അതുണ്ടാക്കാവുന്ന വമ്പിച്ച നഷ്ടത്തെക്കുറിച്ചും പ്രവാചകൻ ഒരു നഷ്ടമില്ല.
ഉണ്ടാകുന്നതൊക്കെ വിനയാണ്. അതുകൊണ്ട് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം, അവരുടെ കാര്യത്തിൽ ആത്മഹത്യ പോലും ചെയ്തു കളയുമോ എന്ന്. ഈ RSSനെ കണ്ട നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും. എന്തൊരു വിഡ്ഢിത്താണ് ഈ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊരു അതിക്രമാണ് ഈ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയാവായ്പും കാരുണ്യവും അധികാരബോധവും, അധികാരബോധം എന്ന് പറഞ്ഞാൽ അഹങ്കാരബോധമല്ല, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും നമ്മുടെ ധാർമ്മികതയുടെ കരുത്തിനെ കുറിച്ചുമുള്ള ആത്മബോധത്തിൽ നിന്നുണ്ടാകുന്ന ധൈര്യമാണ് അധികാരബോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷമായിരിക്കുമ്പോഴും ഭൂരിപക്ഷമായിരിക്കുമ്പോഴും അംറും ബിൽ മഅറൂഫ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നന്മ കൽപ്പിക്കുക, നന്മ അപേക്ഷിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, നന്മ കൽപ്പിക്കുക എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിന് 2 തരം അധികാരങ്ങൾ. അതിലെ ഒരധികാരം ധാർമ്മികമായ അധികാരമാണ്. എനിക്ക് തോന്നുന്നു ലോക മുസ്ലിമീങ്ങൾക്കും ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കും ചിലപ്പോൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ അധികാരമാണ്. ധാർമ്മികമായ അധികാരമുണ്ടെങ്കിൽ ഒരു ഭൗതികാധികാരമില്ലെങ്കിലും ഏത് കാലഘട്ടത്തിലെ വ്യക്തിയോടും സമൂഹത്തോടും സംഘത്തോടും സമൂഹത്തോടും രാഷ്ട്രത്തോടും അതിശക്തമായ സ്വഭാവത്തിൽ ധൈര്യപൂർവം കാര്യങ്ങൾ പറയാനുള്ള കരുത്താർക്കുണ്ടാവും? മുസ്ലിം വ്യക്തിക്കുണ്ടാകും, മുസ്ലിം സംഘടനകൾക്കുണ്ടാകും, മുസ്ലിം രാജ്യങ്ങൾക്കുണ്ടാകും. ഇന്ന് വ്യക്തികളും സംഘടനകളും രാജ്യങ്ങളും ഒക്കെ ഇത് പറയുമ്പോഴേ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഇന്ത്യയിലെ സംഘപരിവാരവുമായി ഇണചേരാത്ത, അതിന്റെ അടുക്കളയിലെ വെച്ചുവിളമ്പലുകളിൽ പങ്കെടുക്കാത്ത ഏതെങ്കിലും ഒരു സമുദായം ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിമീങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണമില്ലാഞ്ഞിട്ടും വിഭജനാനന്തര ഇന്ത്യയിലെ മുസ്ലിമിന്റെ ചരിത്രം ദയനീയമാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ആദിവാസി വിഭാഗങ്ങളെക്കാൾ, ദലിത് ജനവിഭാഗങ്ങളെക്കാൾ രാഷ്ട്രീയമായി, സാമൂഹികമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, തൊഴിൽപരമായി വിഭജനാനന്തരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നിൽ പോയിട്ടുള്ള ഒരു മുസ്ലിം സമുദായം ഈ നിമിഷം വരെ കാടടച്ച് സംഘപരിവാരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. എന്തോ ഒരു ഇസ്സത്ത് നമുക്കുള്ളത് കൊണ്ടാണ്. ഈ സമുദായത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള സകലരും, കോൺഗ്രസ്സാണ് ആദ്യം ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലൂടെയാണ് ഹിന്ദുത്വ വംശീയത എന്ന് പറയുന്ന സംഘപരിവാരത്തിന്റെ ബ്രാഹ്മണിക്കൽ വർഗീയ വംശീയ ജാതീയ തിട്ടൂരങ്ങളെ കഴിഞ്ഞ 90 വർഷത്തിലധികമായി ഇന്ത്യയിൽ പ്രയോഗിക്കുന്ന RSS അതിന്റെ ഒളിയിടമായി, അതിന് വളരാനുള്ള ശരീരമായി, അതിന് ജനങ്ങളുടെയിലേക്ക് ഇറങ്ങി വരാനുള്ള അധികാരമായി അതിന്റെ ആദ്യത്തെ കോമാളി വേഷം കെട്ടിയാടിയത് കോൺഗ്രസിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. കോൺഗ്രസ് ഇപ്പോ പുനർവായന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താ സംഭവിക്കാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ ഉള്ളിലാണ് സെക്യുലർ എന്ന് പറയുന്ന നെഹ്റുവിന്റെ, അബുൽ കലാം ആസാദിന്റെ, ഗാന്ധിയുടെ ഒരു നിര ഉണ്ടായിരിക്കെ തന്നെ എന്താണ് ലോകമാന്യ തിലക്, പട്ടേല്, ദീൻദയാൽ ഉപാധ്യായ, ഇങ്ങനെ തുടങ്ങുന്ന സംഘപരിവാരത്തിന്റെ ബ്രാഹ്മണിസത്തിന്റെ അത്യന്തം മാരകമായ വിഷവൈറസുകൾ, വിഷം തന്നെയാണത്. നന്നാവൂല, അതിന്റെ DNA തന്നെ കേടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് നന്നാവുന്ന നോക്കാൻ പറ്റൂല. വ്യക്തികൾ നന്നാവും, മനുഷ്യൻ നന്നാവും, പക്ഷെ ഒരു പ്രത്യയശാസ്ത്രം നന്നാവുക എന്ന് പറയുന്നത് ഒരിക്കലും അതിന് സാധ്യതയില്ലാത്ത 2-3 ലോകത്തുണ്ട്. ഒന്ന് ക്യാപിറ്റലിസമാണ്, രണ്ടാമത്തത് സയണിസമാണ്, മൂന്നാമത്തത് ഫാസിസമാണ്, ഇന്ത്യൻ സംഘപരിവാരമാണ്. അതിനെ നമുക്ക് പരിവർത്തിപ്പിക്കാൻ കഴിയില്ല. വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ മാറാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും യഹൂദൻ മാറില്ല. കാരണം വലബല്ലാഹു അലൈഹി വലഅനഹുല്ലാഹു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവനോട് കോപിച്ചിരിക്കുന്നു. ഒന്ന് അവന്റെ കയ്യിലിരിപ്പോണ്ട് കോപിച്ചാണ്. അള്ളാഹ്ക്ക് ഒരു സമുദായത്തിനോട് പ്രത്യേകിച്ച് ദേഷ്യമുള്ളത് കൊണ്ടോ ഒരു സമുദായത്തോട് പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടോ കോപിച്ചതല്ല. സാമുദായികമായ മാനദണ്ഡത്തിന് അടിസ്ഥാനം. അള്ളാന്റെ സ്നേഹത്തിനും കോപത്തിനും ഒരു മാനദണ്ഡമുണ്ട്. അത് തഖ്വയാണ്, അത് ഹസാനാണ്, അത് ബിറാണ്, അത് ഖൈറാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും നിലപാടുകളെ പ്രതിനിധീകരിക്കുന്നവർ ആരാണെങ്കിലും അള്ളാഹു അവരെ സ്വീകരിക്കും. പിശാചിന്റെയും ജാഹിലിയത്തിന്റെയും ഷിർക്കിന്റെയും കുഫറിന്റെയും നിഫാഖിന്റെയും ളുൽമും ഫസാദും ഒക്കെയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അത് മുസ്ലിമാണെങ്കിലും ശരി അള്ളാഹു അവനെ സഹായിക്കും എന്നതിന്റെ ഒരു നിബന്ധന വെച്ചിട്ടില്ല. അപ്പൊ അതിൽപ്പെട്ട ഒരു കൂട്ടരാണ് യഹൂദന്മാർ. രണ്ടാമത്തെ സംഘപരിവാർ. ഒരിക്കലും നന്നാവും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നന്നാവില്ല. ആ നന്നാമത്തെ ടീം, അതേസമയം RSS നന്നാവും കേട്ടോ, അത് നമ്മൾ വേറെ പഠിക്കേണ്ടതാണ്. വ്യക്തി നന്നാവാം,
പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മാരകമായ പ്രസ്ഥാനം ഇഴഞ്ഞു നുഴഞ്ഞ് കേറി വന്നത്, അതിന്റെ ആദ്യത്തെ ആപ്പ് നമ്മളിലേക്ക് പ്രവേശിക്കാൻ മൊബൈലുകളിലേക്ക് ആപ്പുകളുള്ളതുപോലെ ഇന്ത്യയിലെ അതിന്റെ രാഷ്ട്രീയപരമായ ആദ്യത്തെ ആപ്പ് കോൺഗ്രസ് ആയിരുന്നു. ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും അത് പിടിമുറുക്കിയത്. കോൺഗ്രസിന് അത് അടിയന്തരാവസ്ഥ പോലും RSS നടപ്പിലാക്കിയതാണെന്നാണ്. RSSന് ബുദ്ധിയുള്ളത് കൊണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കുത്തുവാള എടുത്തെങ്കിൽ മാത്രമേ BJPക്ക് RSSന് രാഷ്ട്രീയപരമായി വളരാൻ പറ്റുള്ളൂ, അധികാര മണ്ഡലങ്ങളിലേക്ക് പ്രവഹിക്കാൻ പറ്റുള്ളൂ. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പാതകമായി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏകാധിപത്യ, സർവാധിപത്യ, സമഗ്രാധിപത്യ ഇരുട്ടിലേക്ക് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയെ നയിക്കുന്ന BJP, RSS എന്തെങ്കിലും പറയുമ്പോൾ കോൺഗ്രസ്സുകാരോട് പറയും, നിങ്ങളധികം പറയണ്ട, നിങ്ങളാണ് ഇവിടെ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയത്. വർഗീയ, ഫാസിസ്റ്റ്, നാസിസ്റ്റ് ശൈലിയിൽ ജനങ്ങളെ അത് നടത്തിയത് RSS ആയിരുന്നു എന്നാ പറയണത്. ഇന്ദിരാഗാന്ധിയെ കൊണ്ട് വരാനിരിക്കുന്ന ഭാവികളിൽ ഒരിക്കലും ആത്മവിശ്വാസം, അത്രയും തന്ത്രപരമാണ് ഈ ടീം. ഞാൻ പറഞ്ഞത് ആ പ്രയോഗം നടത്തിച്ച് ഇന്ത്യൻ അവിടുന്ന് മുതൽ നരസിംഹറാവുവിനെ, നരസിംഹറാവൊക്കെ പിന്നെ ഏതായാലും RSS തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ അതിന്റെ ശരീരം അതായിരുന്നു. RSS കയറിയിട്ടാണ് ഈ പണി ചെയ്തത്, കോൺഗ്രസ് ആയിരുന്നു. അങ്ങനെ കോൺഗ്രസിന് ആദ്യം, ഇപ്പൊ കോൺഗ്രസ് പല ചിന്തകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ പ്രസ്ഥാനങ്ങളിലും നേരത്തെ പറഞ്ഞ ബ്രാഹ്മണിക്കൽ, ഇന്ത്യയിലെ 3.1% വരുന്ന ബ്രാഹ്മണൻ, അവനാണ് 3000 കൊല്ലമായിട്ട് ഇന്ത്യ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കേണ്ടതാണ്. 3000 വർഷമായി ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് ഈ ബ്രാഹ്മണിസമാണ്. പ്രത്യേകിച്ചും മറാഠ കേന്ദ്രീകരിച്ച ചിത്പാവൻ ബ്രാഹ്മണന്മാരെന്ന് പറയുന്ന അതാണ് ഹെഡ്ഗേവർ, അതാണ് ഗോൾവാൾക്കർ, അതാണ് ഭാഗവത്, അതാണ് നഡ്ഡ, ചഡ്ഡ എന്നൊക്കെ പറയുന്ന സംഘപരിവാരത്തിന്റെയും BJPയുടെയും തലതൊട്ടപ്പന്മാരായി വരുന്ന RSSന്റെ ഇതുവരെയുള്ള 90 വർഷത്തെ അറിയപ്പെടുന്ന ചരിത്രത്തിൽ അതിന്റെ ഉന്നത പദവികളിലേക്ക് കടന്നു വന്നിട്ടുള്ള 95% നേതാക്കന്മാരും മറാഠ ബ്രാഹ്മണന്മാരാണ്. ഈ മറാഠ ബ്രാഹ്മണന്മാരെ കുറിച്ച് വേറെ ഒരു പഠനമുണ്ട്. യഹൂദന്മാർ ലോകത്തുടനീളം ചിതറിപ്പോയ ഒരു ഘട്ടത്തിൽ നബുക്കദ്നസറും അതുപോലെ തന്നെ പല രാജാക്കന്മാരും ഒക്കെ അവരെ കടന്നു കയറി ആക്രമിച്ചപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തേക്കും അവർ ചിതറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ചിതറിപ്പോയ ഒരു കൂട്ടര് വന്നിട്ട് ഇന്ന് അറബിക്കടല് കടന്ന് ഇന്ത്യയിലെത്തി. അത് മഹാരാഷ്ട്രയിലാണ് വന്നത്. ആ മഹാരാഷ്ട്രയിൽ വന്ന യഹൂദൻ പൂണൂലിട്ട് ബ്രാഹ്മണനായതാണ് ചിത്പാവൻ ബ്രാഹ്മണന്മാർ എന്നുള്ള ഒരു നരവംശാസ്ത്ര പഠനം കൂടി നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇസ്രായേല് യഹൂദൻ ബ്രാഹ്മണനും കൂടി ആയാ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ അതിനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് വളരെ മാരകമായ ഒരു സാധനമായിരിക്കും, അപകടകരമായ ഒരു സാധനമായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ വംശീയ പ്രത്യയശാസ്ത്രമാണ് ഇസ്രായേലിന്റെ കയ്യിലുള്ളത്. ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. ഞങ്ങൾക്ക് ആരോട് എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാം. അമേരിക്കയോട് ചെയ്യാം, അറബികളോട് ചെയ്യാം, ഹിന്ദിയോട് ചെയ്യാം, ക്രിസ്ത്യാനികളോട് ചെയ്യാം, മുസ്ലിങ്ങളോട് ചെയ്യാം. സബീൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആരെയും ആക്രമിക്കുന്നതിനും ആരോടും എന്ത് ചെയ്യുന്നതിനും ഒരു പ്രശ്നവും ഇസ്രായേലിനില്ല. അതിൽ നിന്ന് അവർ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ സ്വർഗപ്രവേശനം നിർബന്ധമാക്കപ്പെട്ട സമൂഹമാണെന്നാണ്. അവരെന്ത് യഹൂദനോട് തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. ഏകദേശം നമ്മളെ മനുസ്മൃതിയിലും അങ്ങനെ ബ്രാഹ്മണനൊന്നും ചെയ്യാൻ പാടില്ല. ബൈബിളിന്റെ പഴയ നിയമം, ബൈബിളിന്റെ വ്യാഖ്യാനവും തൽമൂദും ഒക്കെ വായിച്ചാല് അതിൽ കാണുന്നത് യഹൂദന് ആരോട് എന്തു വേണമെങ്കിലും ചെയ്യാം. യഹൂദൻ തമ്മിൽ ചെയ്യാൻ പാടില്ല. യഹൂദന് വലിച്ചു കൊടുക്കരുത്, യഹൂദനെ കൊല്ലരുത്. അതൊരു ലംഘിക്കൂട്ടോ. അത്രയും ജീർണമാണ് അവരുടെ സംവിധാനങ്ങളും സ്വഭാവങ്ങളും എന്ന് പറയുന്നത്. ഖുർആൻ അതൊക്കെയാണ് പറഞ്ഞത്. എന്താണ് എന്തൊക്കെ കരാറ് യഹൂദന്മാർ എന്നുള്ള നിലക്ക്, അന്നത്തെ മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്ക് നിങ്ങളോട് നമ്മൾ വാങ്ങിയിരുന്നു. നിങ്ങൾ യഹൂദന്മാർ തമ്മിൽ കൊല്ലാനും തല്ലാനും പാടില്ല, പരസ്പരം വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. എന്നിട്ട് വരെന്ത് ചെയ്യുന്ന വെച്ചാൽ അമേരിക്കന്റെ ഭാഗത്തും ബ്രിട്ടന്റെ ഭാഗത്തും സംഘപരിവാറിന്റെ ഭാഗത്തും ഒക്കെ നിൽക്കും. അപ്പൊ കുറെ യഹൂദന്മാർ അമേരിക്കന്റെ കൂടെ ആയിരിക്കും, കുറെ യഹൂദന്മാർ ഇന്ത്യക്കാരുടെ കൂടെ ആയിരിക്കും, കുറെ യഹൂദന്മാർ അറബികളുടെ കൂടെ ആയിരിക്കും. എന്നിട്ട് ഇവര് തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ യഹൂദന്മാർ തന്നെ അമേരിക്കന്റെ ഭാഗത്ത് നിന്നിട്ടും ഇറാഖിന്റെ ഭാഗത്ത് നിന്നിട്ടും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നിട്ടും യഹൂദന്മാരും തമ്മിൽ ഏറ്റുമുട്ടും. അന്നത്തെ സന്ധി വ്യവസ്ഥ അനുസരിച്ച്. അതാ ഖുർആൻ പറഞ്ഞു, നിങ്ങളോട് ആദ്യം പറഞ്ഞതാ ഇവരൊക്കെ വൃത്തികെട്ടന്മാരാണ്, ഈ വൃത്തികെട്ടന്മാരുടെ കൂടെ സഖ്യം ചേർന്നിട്ട് നിങ്ങൾ തമ്മിൽ തല്ലാൻ പാടില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത്. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞത് ഇവരെന്തു ചെയ്യും? അപ്പോ സ്വയം നാണം
എന്നാലും അവരുടെ വാദം താലം തമസനറില്ല ഞങ്ങളെ നരകത്തിലിട്ടാലും ഹോൾസെയിലായിട്ട് സ്വർഗത്തിൽ പോകണം. ഇത്രയും വംശീയവും വർഗീയവും. ഇപ്പോഴും അവർ ഇസ്രായേലിനെ പറയുന്ന ന്യായം എന്താ? വാഗ്ദത്ത നാട് എന്നാണ്. ഞങ്ങളുടെ വാഗ്ദത്ത നാടാണത്, ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഒരു വാഗ്ദാനം ഒന്നും കൊടുത്തിട്ടില്ല. അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോണ്ട. പഠിക്കേണ്ടയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചരിത്രമാണത്. ഞങ്ങളുടെ വാഗ്ദത്ത നാടാണ്. അല്ല സെക്യുലർ മതേതര ഒരു ന്യായത്തിലും നിന്നിട്ടല്ല ഇസ്രായേൽ ഉണ്ടായിട്ടുള്ളത്. ഈ ബൈബിളിലെ വർത്താനം പറഞ്ഞിട്ടാണ് ഇവർ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുക ഏറ്റവും വലിയ വംശീയ വർഗീയ സാമുദായിക ജാതീയ ആ ഇസ്രായേൽ പെറ്റുപെരുകിയതാണ് മറാഠ ബ്രാഹ്മണന്മാരെന്ന് പറയുന്നത്. ആ ബ്രാഹ്മണിസമാണ് കഴിഞ്ഞ 1% പോലും യഹൂദന്മാരില്ല കേട്ടോ. ഒരു അമേരിക്കയെ നിയന്ത്രിക്കുന്നു, യൂറോപ്പിനെ നിയന്ത്രിക്കുന്നു, യുണൈറ്റഡ് നേഷനെ നിയന്ത്രിക്കുന്നു, ന്യൂയോർക്കും ന്യൂസിലാൻഡും ന്യൂഡൽഹിയും ഒക്കെ നിയന്ത്രിക്കണ പോലെ തന്നെയാണ്. മുഹമ്മദ് ബിൻ സൽമാനെയും ഫത്താഹ് മുഹമ്മദ് സിസിയെയും അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സായിദിനെയും നമ്മുടെ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ഒക്കെ നിയന്ത്രിക്കുന്നത് വേൾഡ് രാഷ്ട്രീയത്തിൽ വൈരിൽ മഗ്ലൂബി അലൈഹിം അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാക്കപ്പെട്ട ശപിക്കപ്പെട്ട ഈ സമുദായമാണ് ഇന്ന് ലോകത്തിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ചു കാലം കൂടി പോലെ വഹിക്കും. ഹമാസ് ഉണ്ടാവും, പക്ഷെ ഇവരാണ് ഇപ്പൊ ലോകത്തിന്. അല്ലാതെ ജനാധിപത്യവും ഹിന്ദുത്വവും ക്രിസ്ത്യാനിറ്റിയും നമ്മളെ പറയണ വേറെ ഒരു സാധനവും ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ ഇബ്ലീസാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ ആണെങ്കിൽ ഇന്ത്യയിലേക്ക് ഇറങ്ങി വന്നാലും 3.8% വരുന്ന ബ്രാഹ്മണന്മാർ കഴിഞ്ഞ 3000 കൊല്ലമായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയോ നിങ്ങൾ? ഒത്തിരി കാലം പോലെ ഒന്ന് അലോസരം ഉണ്ടാക്കിയിട്ടുണ്ട് ബുദ്ധമതം വന്നിട്ട്, അതുപോലെ ജൈനമതം വന്നിട്ട്. പിന്നീട് അവർക്ക് ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിച്ചത് ഇസ്ലാമാണ്. ബുദ്ധമതത്തെയും ജൈനമതത്തെയും അടിച്ച് പായിച്ച് ഈ നാട്ടിൽ തന്നെ നിൽക്കാൻ പോലും പറ്റിയിട്ടില്ല. നമ്മുടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാം, എന്ത് ഇന്ത്യ എല്ലാരെയും സ്വീകരിച്ചു, ഇന്ത്യ എല്ലാരെയും കെട്ടിപ്പിടിച്ചു, ഇന്ത്യ എല്ലാവർക്കും തിന്നാൻ കൊടുത്തു, ഇന്ത്യ എല്ലാവരെയും ഒരുപോലെ ആരും പരിഗണിച്ചിട്ടില്ല ഈ ബ്രാഹ്മണൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മനുഷ്യനെയും മനുഷ്യനായിട്ട് പോലും പരിഗണിച്ചിട്ടില്ല. അത്രയും നെറികെട്ട ദർശനമാണ് അവരുടെ കയ്യിലുള്ളത്. മറ്റേ ആംഗ്ലോ ഇന്ത്യൻ സാഹിത്യകാരൻ നെയ്പോളുണ്ട്. അദ്ദേഹം ഇപ്പൊ മരിച്ചു. അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നു. ഇന്ത്യയിലെ ജനിച്ച് സാഹിബിനും ഇന്ത്യക്കാരനുണ്ടായ കുട്ടിയാണ്, സങ്കരസന്തതിയാണ്. അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലിലൊക്കെ ഇന്ത്യയെ കുറിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായമാണ്. വെറുതെ ഉണ്ടായതൊന്നുമല്ല. വിവേകാനന്ദൻ കേരളത്തിൽ വന്നിട്ട് കേരളം ഭ്രാന്തലായി എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യ മൊത്തം കണ്ടപ്പം ഭ്രാന്തന്മാരുടെ ഭ്രമയുഗം അങ്ങനെ ഉണ്ടല്ലോ, ഭ്രമിപ്പിക്കുന്ന ബ്രാഹ്മണനാൽ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര ഫാന്റസികള്, കരിസ്മാറ്റിക് സ്വഭാവത്തിൽ നമ്മൾ അമ്പരപ്പിക്കുന്ന പ്രകടനങ്ങൾ നടത്തിയിട്ട് പറ്റിച്ച നാട്. അദ്ദേഹം ഇടയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പട്ടിയായാലും നിങ്ങൾക്ക് ബഹുമാനം കിട്ടും, പന്നിയായ ബഹുമാനം കിട്ടും, പശുവായാലും ബഹുമാനം കിട്ടും, പാമ്പായാലും ബഹുമാനം കിട്ടും. പക്ഷെ ഒരു മനുഷ്യനായി നിങ്ങൾ പിറന്നാൽ, നിങ്ങൾ ജാതിയിൽ താഴ്ന്നവനും അതുപോലെ തന്നെ മനുഷ്യവർഗത്തിന്റെ ചതുർശ്രേണിയിൽ പെടാത്തവനുമാണെങ്കിൽ പട്ടിയുടെ വില പോലും, പാമ്പിന്റെ വില പോലും, പന്നിയുടെ വില പോലും, പശുവിന്റെ വില പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇന്ത്യയിലെ പശുവിനൊപ്പം നമുക്ക് അറിയാലോ, വെജിറ്റേറിയൻ അല്ല, നോൺ വെജിറ്റേറിയൻ, മനുഷ്യനെ തിന്നണ പശുവാ. പശു പുല്ല് എന്നാണ് നമ്മളൊക്കെ പണ്ട് മുതലേ പഠിച്ചിട്ടില്ല. പക്ഷെ ഇന്ത്യയിലെ പശു മനുഷ്യനെ തന്നെ പച്ചക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത്രയും മനുഷ്യനായി 3000 കൊല്ലം പരിഗണിക്കാത്ത വളരെ അപകടകരമായ സാധനമാണ് ഈ ബ്രാഹ്മണിസം എന്ന് പറയുന്നത്. ബ്രാഹ്മണിസത്തിന് നല്ലൊരു കാലം ഉണ്ടാവും, പ്രവാചകന്മാരുടെ പാരമ്പര്യവും അതുമായിട്ടൊക്കെ അതിന് കണക്ഷൻ ഉണ്ടാവും. പക്ഷേ ചരിത്രത്തിൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ തിയറി പഠിപ്പിക്കണ പോലെ ഈ മറ്റേ പുതിയ എന്താ പറയാ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കണോല് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഈ അടുത്ത റീൽസ് കണ്ടപ്പോഴാണ് കാണുന്നത്. ആ ലീഡർ ഒരാളെ ഇവിടെ കൊടുത്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തു, ഞാൻ കാണിക്കണത് പോലെ ഈ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മൂപ്പരോട്. എന്നിട്ട് ഒരു 10-20 ആളെ ക്യൂല് നിൽക്കുന്നുണ്ട്. അപ്പൊ മറ്റവരൊന്നും ഇയാൾ കാണിച്ചു കൊടുക്കണത് കാണൂല. ഇയാളോട് എന്തെങ്കിലും ഞാൻ കാണിക്കുന്ന പോലെ ഈ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ആളെ ഞാൻ എന്റേത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഞാൻ എന്താണോ കാണിച്ചത് അത് ഈ കാണിക്കണം. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇവനെ തിരിഞ്ഞു പിടിക്കും. എന്നിട്ട് ഇയാളെ കാണിച്ചു കൊടുത്തത് ഇയാൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പോ അങ്ങനെ തോണ്ടി 10-20 ആൾ അവിടെ എത്തേക്കുമ്പോ ഇയാളെന്താണോ ആദ്യം കാണിച്ചത് ഈ സാധനമല്ല അവിടെ എത്തുമ്പോണ്ടാണത്. അവിടെ എത്തുമ്പോൾ തന്നെ ആകെ പിന്നെ അവസാനത്തെ ആദ്യത്തെ ആളെ ഇവിടെ കൊടുത്തു നിർത്തി. ആദ്യത്തെ മുസ്ലിമിനെയും അവസാനത്തെ മുസ്ലിമിനെയും. അപ്പൊ ആദ്യത്തെ മുസ്ലിം റസൂലാണ്, പിന്നെ ആ ശിഷ്യനാണ്, ആദമാണ്. ഓലെണ്ടാളും കാണിച്ചു കൊടുത്ത സാധനം ഉണ്ട്. ആ കാണിച്ചു കൊടുത്ത സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവസാനത്തെ മുസ്ലിം എന്ന് വിചാരിക്കുന്നോണ്ട് എത്തിയപ്പം ഉലൂഹിയത്തുമില്ല, റിസാലത്തുമില്ല, ഓൻ ചെയ്യണതും ഈ ചെയ്യണതും കൂടി അപ്പം നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണത്. എന്ത്
വളരെ അന്തരമുണ്ട്. കമ്മ്യൂണിക്കേഷനുകളും മനുഷ്യന്റെ കൈമാറ്റങ്ങളിലുമൊക്കെ മാലിന്യങ്ങൾ, വൈകൃതങ്ങൾ. അങ്ങനെയായിരിക്കാം ബ്രാഹ്മണിസത്തിലും ക്രൈസ്തവതയിലും യഹൂദ മതത്തിലും ലോകമത. ഇപ്പൊ 1400 വർഷത്തെ ചരിത്രമല്ല ഇസ്ലാമിനുള്ളത്. ആദം നബി മുതൽ അവസാന കാലം വരെയുള്ളതാണ് ഇസ്ലാം. പക്ഷെ നമ്മൾ പറയും മുഹമ്മദ് നബിന്റെ 1000. പക്ഷെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനും ഇളയവനുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മോഡേണായി ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ആ സമുദായം തന്നെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കണം. നമ്മൾ കാണുന്നുണ്ട്. ഇവിടുന്ന് ഹജ്ജിന് പോയ വൃത്തിയിട്ടോനില്ലേ, ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഓനിപ്പോ ഉത്തരേന്ത്യ പോയി കാട്ടിക്കൂട്ടണുണ്ടല്ലേ നിങ്ങൾ. ഈ സമുദായത്തിന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഇത്രയും നെറികെട്ടിട്ട് നടന്നു പോയി യൂട്യൂബറും വ്ളോഗറുമായി കോടികൾ, ലക്ഷങ്ങൾ പറ്റാനുള്ള വക ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഉത്തരേന്ത്യ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് അവസാനം രാമനും സീതനെയും ഒപ്പം നിർത്തിയിട്ട് രാമനും സീതനും ഓനക്കാൾ മാന്യന്മാരാണ്. കാരണം അവരുടെ ഐതിഹ്യവും പുരാണമൊക്കെ വായിച്ച ഇത്തിരി വിശുദ്ധിയും വൃത്തിയൊക്കെ അതിനുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ പക്ഷെ ഇവനെ പോലത്തെ ആ രാമന്റെയും സീതന്റെയും അവൻ നിൽക്കുന്നത് പോലും എന്ത് ഹജ്ജാണ് ഇവൻ ചെയ്യുന്നത് ഇത്രയും നെറികേടിൽ. എന്നിട്ട് ഓനെ ഇങ്ങനെ അപ്പൊ എന്താ പറഞ്ഞ ഒരു ഇസ്ലാം. അപ്പൊ എന്താ പറയാ, ബ്രാഹ്മണിസത്തിന് ഈ പ്രശ്നം ഉണ്ടാവും. ബ്രാഹ്മണിസത്തിന് ഒരു ചരിത്രം ഉണ്ടാവും. നല്ല അബ്രാഹമിക്ക് പാരമ്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ചിലപ്പോ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാവാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ യഹൂദന്മാരിലൂടെ ആയിരിക്കും ഈ സാധനം ഇവിടെ എത്തിയിട്ടുണ്ടാവുക. കാരണം യഹൂദന്മാരുടെ പാരമ്പര്യം ഇസ്ഹാഖും യാക്കൂബും ഇബ്രാഹിമും ആണല്ലോ ചെന്നിട്ട് മുട്ട പോട്ടെ. അപ്പൊ ആ പറഞ്ഞത് ആ ബ്രാഹ്മണന്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോ എന്തായി, ഇത്രയും വൃത്തികെട്ട, ഇത്രയും മനുഷ്യത്വ വിരുദ്ധതയുള്ള അവിടെ ഇസ്രായേല് ചെയ്യുന്നത് പോലെ അതിനേക്കാൾ മാരകമായി നമ്മൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യനും തൊടാൻ സമ്മതിക്കൂല. മനുഷ്യനെ തൊട്ടാ അശുദ്ധാവും. പട്ടിനിയും പാമ്പിനെയും ഗോമൂത്രത്തിനെ കുളിച്ചാൽ നിങ്ങൾ വിശുദ്ധനാവും. ചാണകം വയറ്റിലേക്ക് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ ആരോഗ്യമുള്ള മനുഷ്യനായിട്ട് മാറും. അതേസമയം ഹലാൽ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ ആകെ തൊലഞ്ഞ് മുടിഞ്ഞ് നശിച്ചു പോവും. ഇത്രയും കാരണങ്ങളെയും ബുദ്ധിയെയും യുക്തിയെയും ചിന്തയെയും ഒക്കെ ഇങ്ങനെ അപഹസിച്ച് വില കുറച്ച് ഒരു സംവിധാനം. ഞാൻ പറഞ്ഞത് പോലെ ബാക്കിയുള്ള പോലെയൊക്കെ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിച്ചിട്ടില്ല. ആ മനുഷ്യനായിട്ട് പരിഗണിക്കാത്തതുകൊണ്ടാണ് ശ്രീബുദ്ധൻ വന്നിട്ട് അഹിംസയൊക്കെ പഠിപ്പിച്ചത്. നരബലിയും മൃഗബലിയും ഒക്കെ നടത്തി ദൈവപ്രീതിക്കെന്ന് പറഞ്ഞ് ബ്രാഹ്മസ്വം ദേവസ്വം എന്നൊക്കെ പറഞ്ഞിട്ട് പുരോഹിതന്മാർക്ക് ജനങ്ങളെ ഇടിച്ചു പിടിയുന്നതിനുള്ള ആചാരാനുഷ്ഠാന ആഘോഷങ്ങളായി മതത്തെ മാറ്റിയെടുത്ത കാപട്യത്തിനെതിരെ യുദ്ധം ചെയ്ത ആളാണ് ശ്രീബുദ്ധൻ. ആ ശ്രീബുദ്ധൻ അവസാനം എന്ത് ചെയ്ത്? 1% പോലും ഇല്ല ഇന്ത്യയിൽ ശ്രീബുദ്ധൻ. ശരിക്കും ഇവിടെ നല്ല സൗഹൃദവും സമാധാനമാണെങ്കിൽ ശ്രീബുദ്ധനല്ലേ കണ്ടത്. നമ്മുടെ ഈ മാതൃഭൂമിന്റെ പഴയ ഡയറക്ടർ ഉണ്ടല്ലോ, MP വീരേന്ദ്രകുമാർ, അദ്ദേഹത്തിന്റെ രാമന്റെ ദുഃഖം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം അയോധ്യ രാമക്ഷേത്രം തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിൽ സങ്കടപ്പെട്ട് എഴുതിയ പുസ്തകമാണത്. അതാണ് രാമന്റെ ദുഃഖം. രാമൻ ദുഃഖിച്ചിരിക്കുന്നുണ്ടാവെന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ജൈനമതക്കാരനാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ ദുരന്തത്തെ മുന്നിൽ വെച്ചിട്ട് അതിലൊരു അധ്യായമുണ്ട്. ഇനി ഭാവിയിൽ അത് മാതൃഭൂമി പ്രസിദ്ധീകരിക്കുമെന്ന് എനിക്കറിയില്ല. ചിലതൊന്നും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പ്രിന്റ് വരൂല. ജാതവേദൻ നമ്പൂതിരിയുടെ ഒരു പുസ്തകമുണ്ട്, പോലീസ് ഫയല്. ഗുജറാത്തിൽ DIG ആയിരുന്ന ആ ഗുജറാത്ത് കലാപത്തിന്റെ കാലത്ത് അദ്ദേഹമായിരുന്നു. ആ പുസ്തകം മാത്രം മതി RSSനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ, അമിത്ഷായും നരേന്ദ്രമോദിയെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ. ഗുജറാത്ത് കലാപം എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടതെന്നും ഗോദ്രയിലെ ട്രെയിൻ അടക്കം കാരണം പുറത്തുനിന്ന് ഒരിക്കലും കത്തിക്കാൻ കഴിയില്ല. പുറത്തുനിന്ന് ഒരിക്കലും അകത്തുനിന്നേ കത്തിക്കാൻ കഴിയുള്ളൂ. അകത്ത് കത്തിക്കാൻ ശേഷിയുള്ള ഒരൊറ്റ സംഘം ഇന്ത്യയിലുള്ളത് RSS മാത്രമാണ്. സംഘപരിവാർ വിചാരിക്കുമ്പോൾ മാത്രമേ എന്തുള്ളൂ. ഏത് വട്ടം ഇപ്പൊ അവസാനം ഇപ്പൊ കർണാടകയിൽ വീണ്ടും തുടങ്ങുന്നുണ്ട് ആ പരിപാടി. കർണാടകയിൽ ഇപ്പൊ അടുത്ത ഏതോ ഒരു കഫേല് പൊട്ടിയില്ലേ. കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഇതാണ് ഇവരുടെ ഓപ്പറേഷന്റെ സ്ഥിരം. ആ ഒരു വിഭജനാനന്തര ഇന്ത്യയിൽ സംഘപരിവാർ തെരഞ്ഞെടുത്തിരുന്ന അവരുടെ പൊറാട്ട് നാടകങ്ങളുടെ വെള്ളരിക്ക പട്ടണമായി നിരന്തരം പ്രയോഗിച്ച സ്ഥലമാണ് ഒന്ന് മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗുജറാത്തും പിന്നെ കർണാടകയും. ഇപ്പൊ രണ്ടാമത് സിദ്ധയ്യന്റെ കീഴിൽ ഇപ്പൊ വന്നതിന് ശേഷം ഇപ്പൊ തുടങ്ങി. എനിക്ക് ഭയങ്കര പേടിയുണ്ട്, ഇനി തുടങ്ങും. ഈ അധികാരം കൂടി കിട്ടൂല എന്ന് കണ്ടാൽ പലയിടത്തും സ്ഫോടനങ്ങളും കേട്ടോ. അതിലെ നാസർമാദിനെ പിടിക്കപ്പെടും, പ്രതി നാസർമാദിനെയായിരിക്കും. അങ്ങനെയാണ് IPL ചിദംബരം എന്താണ് ബാംഗ്ലൂരിലെ സ്റ്റേഡിയത്തിന്റെ പിന്നിൽ നടന്ന സ്ഫോടനത്തിന് നേതൃത്വം കൊടുത്തത് കോയമ്പത്തൂർ ജയിലിൽ 10 കൊല്ലം കടന്ന് പുറത്തിറങ്ങിയ നാസർമാദിനെ വീണ്ടും പോലീസിന്റെ അതിവലയത്താൽ നിരീക്ഷണവും വലയം ചെയ്യപ്പെട്ട ആ വ്യക്തി ജയിലിൽ നിന്ന് ഇറങ്ങി സ്വസ്ഥമായിട്ട് നടക്കാൻ ആലോചിക്കുന്നതിന്റെ മുമ്പ് അവിടെ പോയിട്ട് കാരണം ഓൽക്ക് അജണ്ട ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ കയറ്റണം, ഒരു ഫിഗർ വേണം. എപ്പോഴും ഒരു രാവണനും ഒരു കംസനും അതുപോലെ തന്നെ ഒരു ആന്റി വില്ലൻ എല്ലാ സമയത്തും പ്രതിഷ്ഠിക്കപ്പെടണം. അതിന് പറ്റുന്ന ഒരു പ്രതീകമായിട്ട് നാസർമാദിയെ മാറ്റാൻ
പരിപാടികൾ ഒപ്പിച്ചിരുന്നു. അപ്പൊ പൊട്ടിക്കുക ആ ഗുജറാത്ത് കലാപ് ഗോദ്രന്റെ ചെലവിലുള്ളവർ വന്നത്. ആ ഗോദ്രയെ കുറിച്ചൊക്കെ ആ പുസ്തകത്തിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യപ്പെട്ടത്. ശ്രീകുമാറിന്റെ പുസ്തകമുണ്ട്. അതുപോലെ തന്നെ കേരള മറ്റേ എന്താണ് വേറെ പെണ്ണുണ്ട്, അവരുടെ ഒരു പുസ്തകമൊക്കെ ഉണ്ട്. എന്താ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ നടത്തിയ സംഭാഷണങ്ങൾ പോലീസുമായിട്ട്. ഇവര് പോയിട്ട് വേറൊരാളെ പോയിട്ട് ചോർത്തിയിട്ട് ഈ സാധനങ്ങൾ പത്രപ്രവർത്തക വേറൊരു കച്ചവടക്കാരത്തെ പോലെ ചെയ്തിട്ട് അതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ഭീഷണിയാണ്. അവിടെ എന്താ പോലെ പേര് ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു പെണ്ണുങ്ങളുണ്ടല്ലോ നവീൻ, ഗുജറാത്ത് ഡയറിയൊക്കെ പ്രസിദ്ധീകരിച്ചത് ഏതാണെങ്കിലും പോട്ടെ, നവീൻ റാണായ്യോ ആ പുസ്തകം ഉണ്ട്. നിങ്ങളൊക്കെ വായിക്കണ നല്ലതാ. എന്താണ് RSS, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യാന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞത് ആ പുസ്തകം ഉണ്ട്. ആ പുസ്തകത്തില് രാമന്റെ ദുഃഖത്തില് ശരിക്കും അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ മാന്തി ഗ്യാൻവാപ്പിയും ബാബരി മസ്ജിദും ഷാഹി മസ്ജിദും അതുപോലെ തന്നെ ഇവിടുത്തെ മാലിക് ദീനാർ പള്ളിയും കൊടുങ്ങല്ലൂർ പള്ളിയും ഒക്കെ മാന്തിയിട്ട് നിങ്ങൾ മാന്തി എടുക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു വെക്കണം, നിങ്ങൾ അവസാനം മാന്തിയാൽ പല ക്ഷേത്രങ്ങളുടെ അടിയിലും അതിന് പേരെടുത്ത് അദ്ദേഹം പറഞ്ഞു, കുടൽമാണിക്യ ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, ഇതൊക്കെ ജൈന ബുദ്ധ മതങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. ജൈന ബുദ്ധ മത പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. ജൈനരെയും ബുദ്ധരെയും തകർത്ത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് പോലും കൊടുംകൊലയുടെ ഊരിന്നാണ്. കൊടുങ്കലരയുടെ ബുദ്ധമത വിശ്വാസം അല്ലെങ്കിൽ ജൈനമത വിശ്വാസികളോ ബുദ്ധമത വിശ്വാസികളായിരുന്നു കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്നത്. ഈ ബ്രാഹ്മണിസത്തിന്റെ നേതൃത്വത്തിൽ അവരെ ഇപ്പൊ നമ്മളെ CAA നടപ്പിലാക്കാൻ ഇന്ത്യൻ മുസ്ലിമീങ്ങളൊക്കെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുന്നത് പോലെ ബുദ്ധ ജൈന മതക്കാരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ബ്രാഹ്മണിസം നടത്തിയ അതിനിഷ്ഠൂരപരമായ കൊലകളുടെ ഓർമ്മ പുതുക്കാനാണ് ഇപ്പൊ കോഴിനെ കൊണ്ടുവന്നിട്ട് കുരുതി കൊടുക്കുന്നത്. മനുഷ്യന്മാരെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിലിട്ട് കൊന്നതിന്റെ ഓർമ്മ പുതുക്കുന്നതിനാണ് ഇപ്പൊ കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന ഉത്സവം പോലും അതിന്റെ സംഗതികൾ പോലും നടക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് സംഗതി. എത്ര ക്ഷേത്രങ്ങളും. അപ്പോൾ ബുദ്ധനെയും ജൈനനെയും ഒക്കെ ഇവിടുന്ന് പറഞ്ഞയച്ചു. ബുദ്ധമതമല്ല ജൈനമതമല്ല. നമ്മുടെ ഇയാളെ ജൈനമതക്കാരനാണ് ഈ അമിത്ഷാ എന്ന് പറയുന്ന സാധനം. ജൈനമതക്കാർക്ക് ഭയങ്കര വിശ്വാസമാണ്. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ ബുദ്ധനേക്കാൾ അഹിംസയാണ്. അതൊക്കെ ഉണ്ട്. നമ്മളെ സുന്നി ഷിയാക്കെ പോയത് ഹീനയാനം, മഹായാനം, മറ്റേ യാനം എന്നൊക്കെ പറഞ്ഞിട്ട് പലതായിട്ട് തിരിയും. എല്ലാ മതത്തിലും സംഘടിപ്പിച്ച എല്ലാ പ്രവാചകന്മാരെയും അനുയായികളെ രണ്ടാമത്തെ ഘട്ടത്തിൽ അടിച്ചു പിരിയാന്നുള്ളതാണ്. രണ്ടാമത് വേറെ ആയിട്ട് ആ ശ്രീകൃഷ്ണന്റെ പഠിച്ചാലും രാമന്റെ പഠിച്ചാലും ഒക്കെ നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. രണ്ടാം തലമുറ മൂന്നാം തലമുറയിൽ എത്തുന്നതോടുകൂടി ഇവർ അടിച്ച് പിരിഞ്ഞിട്ട് പിന്നെ ഓല് തമ്മിലാണ് അടിയും പിടിയൊക്കെ നടക്കുക. എന്നതുപോലെ പിരിഞ്ഞ പല അതിൽ ചില വിഭാഗക്കാര് പറയണത് നിങ്ങൾ മൂക്കിന് നമ്മളെ പെണ്ണുങ്ങളൊക്കെ നിക്കാബിടുന്ന പോലെ ഒരു വല കെട്ടണം എന്നാ. കാരണം എന്താ, നിങ്ങൾ ശ്വാസം വലിക്കുമ്പോൾ ഒരു പ്രാണി എങ്ങാനും ഉള്ളിൽ കയറി മരിച്ചാല് അത് മതി നിങ്ങൾ നരകത്തിൽ പോകാൻ. കാരണം അത്ര ഒരു ജീവിനങ്ങളെ കൊല്ലാണ് നമ്മളിപ്പോ ഇതൊക്കെ തീരുമാനിച്ചിട്ടാ ശ്വാസം വലിക്കണത്. അള്ള വെച്ചൊരു പരിപാടിയാണത്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വലിക്കും ഇങ്ങോട്ട് വിടും. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന പരിപാടിയാണ്. പക്ഷേ ആ വലിക്കുന്ന വലിയിൽ ഒരു ചെറിയ പ്രാണി വന്ന് മൂക്കിൽ കയറിയാൽ അതുപോലും ഹിംസയാണ്. അത്ര അങ്ങനെ അവർ പറയാനുണ്ടായ കാരണം ഈ ബ്രാഹ്മണന്മാര് മൃഗബലിയും നരബലിയും ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ നടത്തിയിട്ട് മതത്തിന്റെ കള്ളത്തരങ്ങളും കാപട്യങ്ങളും നിറച്ച് പ്രദർശിപ്പിച്ചപ്പോ അതിനെതിരെ വലിയ പോരാട്ടം നടത്തിയ ആളാണ് ബുദ്ധനും ജൈനനും. അത് രണ്ടിനെ അടിച്ച് വായിച്ചു വിടുന്നു. നിൽക്കാൻ തന്നെ സമ്മതിച്ചില്ല. ഇപ്പൊ ചൈനയിലും തായ്വാനിലും ജപ്പാനിലും മറ്റേ നമ്മളെ വിയറ്റ്നാമിലും ബർമയിലും ശ്രീലങ്കയിലും ഒക്കെയാണ് ഈ സാധനം ഉള്ളത്. എന്നിട്ട് ഇവര് പറയും എന്ത് എല്ലാരും സ്വീകരിച്ച്. ഞാനിത് നിങ്ങളോട് പറയണം എന്താണെന്നറിയോ, നമ്മൾ ഇന്ത്യൻ മുസ്ലിമീങ്ങളോ അല്ലെങ്കിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മളാണ് ഇര. നമ്മൾ കുടുങ്ങുകയാണ്. നമ്മൾ അപകടത്തിലാണ്. നമ്മളെയാണ് ഇവർ ടാർജറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വരെ ഇല്ല. കഴിഞ്ഞ 3000 കൊല്ല ഇന്ത്യയിലെ 130 കോടി ഇപ്പോഴുള്ള മനുഷ്യരെ ഇവർ ഇരകളാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് കിട്ടാതിരുന്നൊരു കൂട്ടരാണ് മുസ്ലിമീങ്ങൾ. അന്ന് മുഹമ്മദ് ബിൻ ഖാസിമിൽ നിന്ന് തുടങ്ങി മാലിക് ബിൻ ദീനാറിൽ നിന്ന് തുടങ്ങി ഹുദാദാദ് സുൽത്താനത്ത് എന്ന് പറയുന്ന ടിപ്പു സുൽത്താന്റെ അവസാനത്തെ മുസ്ലിം ഭരണകൂടം ശിഥിലമാകുന്നത് വരെ 900-900 ഏകദേശം 800-700-900 വർഷത്തോളം ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ, വിശ്വാസ മത രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ജീവിതത്തിൽ ആഴത്തിൽ വലിയ ആ അടയാളങ്ങളെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഒരു പല്ല്, അതിനെ പറിക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്. ഈ പല്ല് പറിക്കണ പോലെയല്ല ഇവിടെ ഉള്ള പല്ല്. അത് പറിക്കണമെങ്കിൽ ദന്തിസ്റ്റ് പെടാപാട് എടുക്കേണ്ടി വരും. ബോൺ വിച്ചിങ് ഹോർലിക്സ് ഒക്കെ കുടിച്ചിട്ട് നല്ല തടി ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ ഇറങ്ങിയിട്ട്. കാരണം അത് ഇവിടെ ഉള്ള പല്ല് ഭയങ്കര ഉറപ്പുള്ളതായിരിക്കും. നല്ല ഉളിപ്പല്ല് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്
തുടങ്ങിയിട്ട് അസ്ഥിയോട് ചേർന്ന്, കാരണം അവിടെ ഇട്ടിട്ട് നമ്മൾ നല്ല കനത്തിലും അതുപോലെ തന്നെ അമർത്തിയിട്ടും ഒക്കെ ചവച്ച് അരച്ച് ശരിയാക്കുക. ഇവിടുത്തെ പല്ല് ഇങ്ങനെ പിടിച്ചാൽ പിടിച്ച് കിട്ടും, ഈ മുന്നിലെ പല്ല്, കാരണം ഇതിന് സൗന്ദര്യ പ്രാധാന്യമാണുള്ളത്. അല്ലാതെ നമ്മളുടെ പ്രക്രിയയിൽ ഭയങ്കര മമ്മൂട്ടി, മോഹൻലാൽ, അമിതാഭ് ബച്ചനൊക്കെ തിളങ്ങണത് ഈ പല്ലും കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. ചുണ്ടിന്റെ ഈ ചൊറുക്കും ഈ പല്ലിന്റെ. പക്ഷേ ഇവിടുത്തെ പള്ളികൾ അങ്ങനെയല്ല. നമ്മുടെ താടിയലിന്റെയും ചവക്കലിന്റെയും അരക്കലിന്റെയും ഭക്ഷിക്കലിന്റെയും അതുപോലെ തന്നെ ഈ ശാരീരിക മുഖത്തിന്റെ ചലനങ്ങളിലൊക്കെ നല്ല പങ്കുവഹിക്കുന്ന സാധനമാണ് ഇവിടെ ഉള്ള പല്ല്. അതാണ് പറിക്കണമെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല. എന്നതുപോലെ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ മുസ്ലിം നാഗരികതയുടെ അടയാളങ്ങൾ ആഴത്തിൽ 900 വർഷത്തെ ഇന്ത്യയിലുണ്ട്. എങ്ങനെ അങ്ങോട്ട് പറിച്ചാലും പോരാത്ത വണ്ണം എന്താ ഒരു എന്തൊക്കെ മാറ്റേണ്ടി വരും. തളർന്നു പോവുക RSS. ഇന്ത്യൻ എന്താണ് അലിഗഡ് ഹരിഗഡാക്കാൻ പോവാണ്, അലഹാബാദ് പ്രയാഗാക്കി മാറ്റി. അതുപോലെ തന്നെ തേജോമഹലാക്കെന്ന് പറയണേക്കണ് ഉള്ള പള്ളികളും ഒക്കെ പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ചെയ്യും. ഈ 900 വർഷത്തോളം ഇന്ത്യ ഭരിച്ച മുസ്ലിമീങ്ങളെ ഇസ്സത്തോടുകൂടി കഴിഞ്ഞ് നമ്മളെ തകർത്തത് പിന്നെ ബ്രിട്ടീഷുകാരെ ചരിത്രം നമ്മൾ പഠിക്കണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് ഈ അടുത്ത് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ യഹൂദന്മാരായിരുന്നു ആ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി യഹൂദന്മാരുടേതായിരുന്നു. 90% ഫണ്ടും യഹൂദന്മാരുടേതായിരുന്നു. ബ്രിട്ടൻ ഇസ്രായേൽ പ്രഖ്യാപനം അടക്കം നടത്താനുള്ള കാരണം യഹൂദന്മാരിൽ നിന്ന് ഫണ്ട് പറ്റിയത് കൊണ്ടാണ്. ബാൽഫർ പ്രഖ്യാപനം മുതൽ ഇസ്രായേൽ രാഷ്ട്ര പ്രഖ്യാപനം സാമ്പത്തികമായ കെണിയിൽ കുരുങ്ങി. പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കാരണം യൂറോപ്പിലേക്ക് ഇസ്ലാം കയറി ചെന്നതും ഇസ്ലാം നേടിയെടുത്ത സ്വാധീനമൊക്കെ. പക്ഷേ ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയിലേക്ക് വന്നത്. അന്ന് മുതൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഷീട്ട് അവരെ കയറിയിട്ടുണ്ട്. യഹൂദൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അത് മുസ്ലിങ്ങളുടെ എല്ലാ പ്രദേശങ്ങളെയും ഇപ്പോഴും അവർ മേപ്പുകൾ മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ശിഥിലീകരിക്കണം, കീറിമുറിക്കണം. ഇന്ത്യയിൽ അവർ നടത്തി ഇന്ത്യ വിഭജനം. അങ്ങനെ ആ 700, 800, 900 വർഷത്തോളം തലയെടുപ്പോടെ നിന്ന ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്ത്, ആ ഉമ്മത്തിനെ തകർക്കാൻ യഹൂദൻ വളരെ കൃത്യമായ പദ്ധതികൾ. ആ യഹൂദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതുകൊണ്ട് RSS ഉണ്ടായതും യഹൂദനിൽ നിന്നാവും. ഒരു പേടികൾ പേടിക്കണ്ട. അതിന്റെ ഇരട്ടപെറ്റ സന്തതിയാണ് സംഘപരിവാർ. അതിന്റെ മുമ്പന്നുണ്ട്, പക്ഷെ അതിന്റെ പ്രായോഗിക സംഘടനാ സംവിധാനങ്ങളിലേക്ക് ഇത് കടന്നു വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, വാഗ്ദത്ത ഭൂമി പോലെ ജനനം കൊണ്ട് വിശുദ്ധിയും പ്രദേശം വിശുദ്ധമാകുന്ന, ആള് വിശുദ്ധമാകുന്ന, അവര് മാത്രം വിശുദ്ധമാകുന്ന തിയറിയാണ് ബ്രാഹ്മണൻ ഇന്ത്യയിൽ പ്രയോഗിക്കുന്നത്. അത് ഈ സംഘപരിവാർ, ഈ ഇസ്രായേല് പ്രയോഗിച്ച സാധനമാണ്. അതന്നെയാണ് ഇവിടെ നടത്തിയിരുന്നത്. അങ്ങനെ അവര് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ ബാക്കിയുള്ളവരോട് 3000 കൊല്ലം ചെയ്ത പണി ഈ ഖുദാദാദ് സുൽത്താനത്തും ബഹദൂർ ഷാ സഫറും ഒക്കെ അവസാനിച്ച് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയെ വിഭജിച്ച് കാശ്മീർ ഉണ്ടാക്കി കൊടുത്ത് ബാബരി മസ്ജിദ് അടക്കമുള്ള പ്രശ്നങ്ങളുടെ വിഷവിത്തുകൾ പാകി വളരെ തന്ത്രപരമായി ഇവിടെ നിന്ന് പോയതിനു ശേഷം പിന്നെയാണ് നമ്മൾ ഇരകളെ സ്ഥാനത്തേക്ക് വരുന്നത്. നമ്മൾ ഇരകളാണ്. ഇതിന്റെ മുമ്പ് തന്നെ ഇവിടുത്തെ എല്ലാവരും ഇവര് വേട്ടയാടിയിട്ടുണ്ട്. സംഘപരിവാർ വേട്ടയാടിയിട്ടുണ്ട്. ബ്രാഹ്മണിസം ഇത് നമ്മൾ പഠിക്കണം. നമ്മളെ മാത്രമൊന്നുമല്ലവര്, നമ്മളെക്കാൾ ദയനീയമായി ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളെ, ദലിതുകളെ, ആദിവാസികളെ, ചെറുകിട കച്ചവടക്കാരെ, കൃഷിക്കാരെ. ഇനി ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. പെട്രോളിന്റെ വില, കൃഷിക്കാരന്റെ സമരം, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ സംഘപരിവാരം വെറും പൊള്ളയാണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയുന്ന കാഴ്ചകളാണ്. അകത്ത് കരുത്തില്ലാത്ത, കാതലില്ലാത്ത, നല്ല ഉറപ്പില്ലാത്ത ശരീരവുമായിട്ടാണ് സംഘപരിവാർ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് കുറച്ചും കൂടി നമുക്ക് ബോധ്യപ്പെടുന്നത് എപ്പോഴാ? ബാബരി മസ്ജിദിലെ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടും കഴിച്ചിലാവണില്ല. അപ്പോഴാണ് ഗ്യാൻവാപിയിലേക്ക് ശിവലിംഗം തെരഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ അവിടെ വരുമോ? അവിടെയും കിട്ടൂല എന്നാണ് ഇപ്പൊ അവർക്ക് തോന്നുന്നത്. അവിടെയും കിട്ടൂല എന്ന് പറഞ്ഞാൽ പള്ളി കിട്ടൂല എന്നല്ല. അതുകൊണ്ടൊന്നും ഇന്ത്യയെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ RSSന് ഇവിടെയുള്ള ഹിന്ദുക്കളെ പോലും അവര് പറയുന്ന, നേരത്തെ പറഞ്ഞ ഒരു വളരെ അപകടകരമായ കെണിയിലൂടെയാണ് ജാതി മത സമുദായങ്ങളായിരുന്ന ഇന്ത്യയെ ഹിന്ദുവാക്കി ബാക്കിയുള്ളവരെ മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ ആക്കിയിട്ട് മാറ്റിയത്. ബാക്കിയുള്ളതിനെ ഒക്കെ കൊണ്ടുപോയിട്ട് ഹിന്ദു യഥാർത്ഥത്തിൽ വരുന്നു ഹിന്ദുക്കളൊന്നുമല്ല. ഓരോന്നും പ്രത്യേക സംസ്കാരങ്ങളും പ്രത്യേകമായ സംവിധാനങ്ങളും പ്രത്യേകമായ ആചാരങ്ങളും പ്രത്യേകമായ വേഷവിധാനങ്ങളും ഉള്ളവരാണ് ഇന്ത്യയിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്ത് മുതൽ ആസാം വരെയുള്ള ജനവിഭാഗങ്ങൾ. പക്ഷെ അതിനെക്കൂടി എന്ത് ചെയ്തു? ഒരൊറ്റ ഹിന്ദു എന്ന് പറയുന്ന രീതിയിലേക്ക് അവരുടെ സാമർത്ഥ്യവും സമ്പത്തും അധികാരമൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ കൊണ്ടുപോയിട്ട് നിർത്തി. അപ്പൊ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പെടാത്തവരായിട്ട് നമ്മളെയും മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ അവർ മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇവരിപ്പോ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു RSSകാരന് നമ്മളെടുത്ത് വന്നിട്ട് ഇതാ ഞങ്ങൾ നല്ല സാധനമാണ്, കണ്ടില്ലേ ഞങ്ങള് എത്ര നല്ലവരാങ്ങൾ, ഈ നാട്ടിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടല്ലേ. ഒരു ഹിന്ദുവിനോട് പോലും
ഈ നാട്ടിന് ചെയ്ത ഗുണങ്ങൾ ഇതൊക്കെ നമ്മൾ വേറെ പഠിക്കണം. 1947 മുതൽ 2014 വരെ ഇന്ത്യയുടെ കടം 50 ലക്ഷം കോടി രൂപയായിരുന്നു. 10-60 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യക്കുണ്ടായ കടം 50 ലക്ഷം കോടി. വെറും 10 കൊല്ലേ നരേന്ദ്രമോദി സംഘപരിവാർ ഇന്ത്യ ഭരിച്ചത്. ഇപ്പൊ 150 ലക്ഷം കോടിയാണ് ഇന്ത്യയുടെ കടം. 150 ലക്ഷമാണ് ഇന്ത്യയുടെ കടം. പിന്നെ എന്ത് പുരോഗതി അവര് പറയാ? ബാക്കിയെടുത്തോ. മറ്റേ നിർമ്മലാ സീതാരാമന്റെ പുതിയാപ്പളുണ്ട്, മറ്റേ പ്രഭാകരൻ, അദ്ദേഹം പറഞ്ഞ വർത്താനുണ്ട്. 80 കോടി ജനങ്ങൾക്ക് ഞങ്ങൾ സൗജന്യ റേഷൻ കൊടുക്കുന്നു എന്ന് സംഘപരിവാർ പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത്രയും ദാരിദ്ര്യത്തിലാണ് ഈ ജനത എന്നാണ്. ഒരു കണക്കും വെച്ചിട്ട് നമ്മളെ അമ്പരപ്പിക്കാൻ കഴിയാത്തവണ്ണമുള്ള നിസ്സഹായത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പരാജയമാണ് ഇവര്. പൊരിഞ്ഞ പരാജയമാണ്. ഈ പരാജയപ്പെട്ട സംഘം വിജയിക്കാൻ കഴിയുന്ന ഒന്നും വരെ കയ്യിലില്ല. അപ്പോഴാണ് ഇവർ എന്ത് ചെയ്യണത്? മുസ്ലിങ്ങളെ നേരെ തിരിയണത്. അത് മുത്തലാഖായി, ഏക സിവിൽ കോഡായി, ബാബരി മസ്ജിദായി, രാമക്ഷേത്രമായി, പാകിസ്ഥാനായി, ഗ്യാൻബാപ്പിയായി, പൊന്നാനിയിലെ പള്ളിയായി, കാസർഗോഡ് പള്ളിയായി, എന്താണ് ഇവിടെയുള്ള ഷിമോഗയിലെ പള്ളിയായി. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നത്? ഇവരെ കയ്യിലൊന്നുമില്ല. ഇവർക്ക് ഇനിയും ഇതൊക്കെ തന്നെ ജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സൽക്കർമ്മമോ നന്മയോ സത്യമോ നീതിയോ ഗുണമോ ഒന്നും ഇല്ലാത്തിടത്ത് നിന്നാണ് ചരിത്രത്തിൽ പഴയ കാലത്ത് ദലിതുകളെയും പിന്നോക്ക വർഗങ്ങളെയും ആദിവാസികളെയും ഒക്കെ ചെയ്തതുപോലെ എന്നെങ്ങളെയൊക്കെ ഇനി അതിലേക്ക് ഇറക്കി നിർത്താനുള്ള ശ്രമമാണ് ഇപ്പൊ അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കണ്ടെന്നാണ് നമുക്ക് പറയാനുള്ളത്. പേടിച്ചിട്ട് ഒരു കാര്യം പേടിക്കാനല്ല പറഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏത് ഫിറാവിന്റെ മുമ്പിലും പോയിട്ട് പറയുന്നാണ് പറഞ്ഞത്. മെല്ലെ പറഞ്ഞാൽ മതി, വയലണ്ടാവൊന്നും വേണ്ട. വരട്ടാനും പേടിപ്പിക്കാനും നിൽക്കണ്ട. പക്ഷെ പറയാനുള്ളത് ചെന്നിട്ട് പറയും. അക്രമിയാണ്. അതിനേക്കാൾ വലിയ അക്രമം തുക എന്ന് ഖുർആൻ പ്രയോഗിച്ച പിന്നെ അതിനേക്കാൾ വലിയ അക്രമം വേറല്ല. അക്രമത്തിന്റെ പരമകാഷ്ഠയിലാണ് ആ അവര് നിൽക്കുന്നത്. ആ ഭരണകൂടം, അതിന്റെ അധികാരങ്ങൾ, അതിന്റെ പ്രയോഗങ്ങൾ, അതിന്റെ അനുഭവങ്ങൾ വളരെ തീഷ്ണവും മാരകവും ഭീകരമാണ്. അവിടേക്കും പക്ഷെ അല്ല പറയാ ഈ ചെല്ലേ മൂസാ നബിയോട് ചെന്നിട്ട് പറയാനുള്ളതാണ് പറയുന്നത്. അതിലൊരു പേടിയും പേടിക്കണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പറയാനുള്ളത് നമ്മൾ പറയണം. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട നമ്മൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ തോൽപ്പിക്കാനൊന്നും, അതേസമയം നമ്മൾ തോൽക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എപ്പോഴാ തോൽക്കുക? വലാ തഹിനു വലാ തഹ്സനു വഅൻതും ലാ യഅലമൂൻ. നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾ ഖേദിക്കണ്ട, സങ്കടപ്പെടണ്ട. ഈമാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അലയാണ്, അത്യുന്നതന്മാരാണ്. നിങ്ങൾ അതിജീവിക്കും. ഒരു തീകുണ്ടത്തിനും ഒരു ചെങ്കടലിനും നിങ്ങളെ വീഴ്ത്താൻ കഴിയില്ല. ഒരു സംഘപരിവാരത്തിനും ഒരു ഇസ്രായേലിനും നിങ്ങളെ വിഴുങ്ങാൻ കഴിയില്ല. അവർക്ക് വിഴുങ്ങിയാൽ ദഹിക്കുന്ന ഒന്നല്ല നിങ്ങൾ. നിങ്ങളെ കത്തിക്കാൻ കഴിയുന്ന തീയൊന്നും അവന്റെ കയ്യിലില്ല. പക്ഷെ നിങ്ങൾ എന്താവണം? ഇബ്രാഹിം ആവണം, മൂസയാവണം, യൂസുഫ് ആവണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം. അബൂലഹബിന്, അബൂജഹലിന്, ഉത്ബക്ക്, ഷൈബക്ക്, ഉമയ്യത്ത് ബിൻ ഖലഫിന് തൊടാൻ കിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. പക്ഷെ എന്താവണം? മുഹമ്മദ് നബി ആവണം. ആ രംഗം നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, നമുക്ക് മാത്രമായിട്ട് എന്തോ സങ്കടം ഭയങ്കരമായിട്ടുണ്ട്. ഇതൊക്കെ പൊറാട്ട നാടകങ്ങളാണ്. ഈ പള്ളിയും പള്ളികൾ മുതൽ വർഗീയ കലാപങ്ങൾ അടക്കമുള്ളത് എല്ലാം നഷ്ടപ്പെട്ട സംഘപരിവാർ നിലനിൽക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന കോപ്രായങ്ങളും കള്ളത്തരങ്ങളും കാപട്യങ്ങളുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് നമ്മൾക്ക് അവസാനിപ്പിക്കാം. അള്ളാഹ് നമ്മളോട് പറയുന്ന വർത്താനുണ്ട്. കല്ല, എന്താണ് ഈ അറായിത്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല, നമസ്കരിക്കുമ്പോൾ തടയുന്നവനെ നീ കണ്ടില്ലേ? റസൂൽ വന്നിട്ട് നിസ്കരിക്കുകയാണ്. അബൂലഹബ്, അബൂജഹൽ, ഉമയ്യത്ത് ബിൻ ഖലഫ് ഒക്കെ കുടൽമാല കൊണ്ടുവന്നിട്ടാണ്. കുടൽമാല എന്ന് പറഞ്ഞാൽ CA ആണ്, മുത്തലാഖാണ്, ഏക സിവിൽ കോഡാണ്. അതുപോലെ തന്നെ കുറെ മുസ്ലിം വിരുദ്ധ പരിപാടികളാണിത്. ഇത് കൊടുന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ തലയിൽ കണ്ടിട്ടാണ് എഴുന്നേക്കാൻ പറ്റാത്തവണ്ണം. റസൂലിന് എന്തൊക്കെ ചെയ്യാണ്ട്. അപ്പൊ അനങ്ങരുത്, കുഴങ്ങി പെരടി ഒടുങ്ങി അവിടെ കിടക്കണം. ഇതാണ് അവരുടെ അജണ്ട ഉള്ളത്. അപ്പോ മകളെ ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട്. ആ ചരിത്രമൊക്കെ വേറെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹ് അവിടെ ചോദിച്ചൊരു സാധനം ഉണ്ട്. അറായിത്തല്ലദീ യൻഹാ, തടയുന്നവനെ നീ കണ്ടില്ലേ? ഇദാ സ്വല്ല, അടിമ നമസ്കരിക്കാൻ വരുമ്പോൾ, റസൂൽ നമസ്കരിക്കാൻ വരുമ്പോൾ ഇങ്ങോട്ട് അള്ളാഹ് പറയണം, അറായിത ഇൻ കാന അലൽ ഹുദാ, ആരാണ് സന്മാർഗത്തിൽ? അബൂലഹബ് സന്മാർഗത്തില്, അബൂജഹൽ സന്മാർഗത്തിൽ, ഉമയ്യത്ത് ബിൻ ഖലഫ് സന്മാർഗത്തിൽ, അമിത്ഷായും നരേന്ദ്രമോദിയും മോഹൻ ഭാഗവതുമാണോ സന്മാർഗത്തിൽ? അംബാനിയും അദാനിയൊക്കെയാണോ സന്മാർഗത്തിൽ? ഈ അക്ബർ സിംഹവും രാമസിംഹവും ഒരുമിച്ച് വാർക്കാൻ പാടില്ല എന്ന് കോടതി വിധി പറയുന്ന വിവരം കെട്ട ജഡ്ജിയാണോ സന്മാർഗത്തിൽ? അതിന് കേസ് കൊടുക്കുന്ന വൃത്തിയൊട്ടന്മാരാണോ സന്മാർഗത്തിൽ? ആരാണ് സന്മാർഗത്തിൽ? നിങ്ങളെ കത്തിക്കുന്നവരും പള്ളി പൊളിക്കുന്നവരും ഒക്കെയാണോ സന്മാർഗത്തിൽ? ഈ നബി എന്താ ചെയ്തിട്ടുള്ളത്? കുഴപ്പമുണ്ടാക്കാണോ ചെയ്തത്? ഇവിടെ കലാപങ്ങളും സാമുദായികതയും മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങളുമാണ്. തഖ്വ, നന്മ, മൂല്യങ്ങൾ, ശരി,
ഏറ്റവും നല്ല സാംസ്കാരിക മൂല്യങ്ങളെയാണ് ഈ മുഹമ്മദ് നബി അതുകൊണ്ട് മിസ്റ്റർ അബൂലഹബ്, മിസ്റ്റർ അബൂജഹൽ, മിസ്റ്റർ ഉമയ്യത്ത് ഇബ്നു ഖലഫ് കല്ലാല ഇല്ലം യൻതഹി, അല്ലാഹ് വാണിംഗ് കൊടുക്കുകയാണ്, നിങ്ങൾ ഈ പണി നിർത്തിയിട്ടില്ലെങ്കിൽ. പക്ഷെ നബിയാണ് കേട്ടോ, നബിന്റെ കഴുത്തിൽ വീണാലേ അല്ലാഹ് സഹായി എന്ന് പറഞ്ഞാൽ നമ്മള് നബിയാണെങ്കിൽ കല്ലാല ഇല്ലം യൻതഹി, ഈ പരിപാടി നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ ലനസ്വാം ബിന്നാസ്, കുടുംബക്ക് പിടിക്കും. ബ്രാഹ്മണിസത്തിന്റെ കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബക്ക് ഞാൻ പിടിക്കും. ശരിക്കും അതന്നെയാ പറഞ്ഞതിന്റെ അർത്ഥം. അറബിയിലെ നാസിയ മൂർധാവിന് പിടിക്കുന്നതാണ്, മൂർധാവിന് പിടിക്കും. ലനസ്വാം ബിന്നാസിയ, നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ, കള്ളക്കുടുംബ, പാപിയായ കുടുംബ, ഒരു വിശുദ്ധിയുമില്ലാത്ത കുടുംബ. പ്രാണപ്രതിഷ്ഠ മുതൽ അബുദാബിയിലെ ക്ഷേത്രപ്രതിഷ്ഠയിലടക്കം കള്ളത്തരവും കാപട്യവും മാത്രം നിറച്ചുവെച്ച, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും കാപട്യവും ചെയ്ത ആ കുടുംബയും കുടുംബക്കുള്ളിലെ മസ്തിഷ്കവും ആ തലയും ഞാൻ പിടിക്കും. അല്ലാഹ് പറയുന്നുണ്ട് ഫൽനദുനാദി, ഈ ആരെയും വിളിച്ചോ, അംബാനിയെ വിളിച്ചോ, അദാനിയെ വിളിച്ചോ, കോടതിയെ വിളിച്ചോ, പട്ടാളത്തെ വിളിച്ചോ, പോലീസിനെ വിളിച്ചോ, ഇസ്രായേലിനെ വിളിച്ചോ, അമേരിക്കയെ വിളിച്ചോ, നിനക്ക് സപ്പോർട്ടിന് ആരെ വേണമെങ്കിലും വിളിച്ചോ. ഞാൻ സബാനിയാക്കളെ വിളിക്കും. അല്ലാഹ് അങ്ങനെ ഒരു ടീമുണ്ട്. പക്ഷെ അതൊക്കെ എവിടെയാണ്? അവസാനം അല്ലാഹ് പറയാം കല്ലാലാ തുതിഉ, നിങ്ങൾ അവരനുസരിച്ച് പോകരുത്. ആരെ? എനിക്ക് നമ്മളോട് പറയാനുള്ളത്, നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഖുർആനിലൊരു സൂറത്തും കൂടെ ഉണ്ട്, സൂറത്തുൽ ബലദ്. സൂറത്തുൽ ബലദ് എന്ന് പറഞ്ഞാൽ നാട്, നാടന്നെ. ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. മക്കയെ കുറിച്ചാണ് സത്യം ചെയ്യുന്നത്. ആ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലങ്ങളൊക്കെ വായിച്ചു നോക്കണം, നല്ലതാ. അള്ളാഹുവിന്റെ റസൂലിനെ പുറത്താക്കാൻ അബൂലഹും അബൂജഹലും ഒന്നുകിൽ ജയിലിലടക്കുക, അല്ലെങ്കിൽ പുറത്താക്കുക, അല്ലെങ്കിൽ കൊല്ലുക. ഈ പരിപാടികളെ കെട്ടിട്ട് പ്രവാചകനെയും അനുയായികളെയും അവിടുന്ന് ബഹിഷ്കരിക്കാനും തിരസ്കരിക്കാനും നാട് കടത്താനും ഒക്കെ ഉള്ള പദ്ധതികൾ, റസൂലിനെ പൊളിക്കാനുള്ള പരിപാടികൾ, ഇസ്ലാമിനെ പൊളിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാണ്. അപ്പോഴാണ് ഈ സൂറത്ത് വരുന്നത്, ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയെ കൊണ്ട്, നമ്മുടെ നാട് ഇതാണ്, ഈ കാസർഗോഡ്, ഈ കേരളം, ഈ ഇന്ത്യ, ഇത് നമ്മുടെ നാടാ. അപ്പൊ അല്ലാഹ് പറയാം ഈ നാടിനെ കൊണ്ട് സത്യം. എന്നിട്ട് അല്ലാഹ് പറയണത് നീയും ഈ നാട്ടുകാരൻ തന്നെയാണ്. ഇത് മോഹൻ ഭാഗവതിന്റെ മാത്രം കുത്തകയൊന്നുമല്ല, ഇത് നരേന്ദ്രമോദിയുടെയും RSSന്റെയും മാത്രം കുത്തകയല്ല. നിന്റെയും നാടാ ഇത്. അബൂലഹബിന്റെ മാത്രം നാടല്ല, അബൂജഹലിന്റെ മാത്രം നാടല്ല, ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ മാത്രം നാടല്ല. ഇത് ഉമറിന്റെയും ഉസ്മാന്റെയും അബ്ദുറഹ്മാൻ ഇബ്നു ഔസിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെയും മുഹമ്മദ് മുസ്തഫ തിരുമേനി സ്വല്ലല്ലാഹു താങ്കളുടെയും നാടാണിത്. നിങ്ങളെയും കൂടി നാടാണ്. അല്ലാഹ് പറയാണ് ഹെല്ല് എന്നുള്ളതിന് വേറെ അർത്ഥമുണ്ട്. നീ സ്വതന്ത്രനാണ്. സ്വതന്ത്രൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ അബൂലഹബിന് അനുസരിക്കേണ്ട ബാധ്യത റസൂലിനില്ല, അബൂജഹലിന് അനുസരിക്കേണ്ട ബാധ്യത റസൂലിനില്ല. അതുകൊണ്ട് RSSനെയും സംഘപരിവാരത്തെയും BJPയെയും അനുസരിക്കേണ്ട ബാധ്യത മുസ്ലിങ്ങൾക്കില്ല. ഇതാണ് അല്ലാഹ് പറയുന്നത്. നീ സ്വതന്ത്രനാണ്. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയുടെ മൂല്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എടുക്കാം. അതുണ്ടെങ്കിൽ അതിനെയൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ വാണിംഗ് കേട്ടിട്ട് സുജൂദും റുകൂഉം ചെയ്ത് കമിഴ്ന്ന് വീഴേണ്ട ബാധ്യത നീ സ്വതന്ത്രനാ. അവർക്കുള്ള അതേ അധികാരം നിനക്കുണ്ട്. അവര് പറയുന്നത് കേൾക്കേണ്ട ബാധ്യത നിനക്കില്ല. വാപ്പാനെ കൊണ്ടും മക്കൾ, അതാണ് CA. നിങ്ങളെ വാപ്പാരാണ്, വാപ്പാന്റെ വാപ്പ എവിടുന്ന് വന്നതാണ്, നിങ്ങളെ മക്കൾ എവിടുന്നാ വന്നത്, 40 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിന്റെയും കോർപ്പറേഷന്റെയും ജനന സർട്ടിഫിക്കറ്റ് നിങ്ങളെ വാപ്പയ്ക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണില്ലേ? വാപ്പാനെ കൊണ്ടും മക്കളെ കൊണ്ടും സത്യം. അല്ലാഹ് പറയാണ് ഈ സൂറത്തു അലക്കിലെ അവസാനം നിങ്ങൾ ഇവരനുസരിച്ച്. ഇനി പെരടിയിൽ കുടൽമാലയല്ല, അതിനേക്കാൾ വലിയത് കൊണ്ടുവന്നിട്ടാൽ പോലും അവരെ നിങ്ങൾ അനുസരിക്കരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യുക? വസ്തുത. അതാണ് നമുക്ക് പറയാനുള്ളത്. വസ്തുത. നിങ്ങൾ അല്ലാഹുവിലേക്ക് സുജൂദ് ചെയ്യുക, ഖുർആനിന്റെ വാഹകന്മാരാവുക, പ്രവാചകത്വത്തിന്റെ പ്രയോക്താക്കളായിട്ട് മാറ്, വിശുദ്ധിയുള്ള സംഘമായിട്ട് മാറ്. വസ്തുത. നിങ്ങൾ സുജൂദിൽ വീട്. വഖ്തരിബ്. നിങ്ങൾ കണ്ട പലരുടെ അടുത്തേക്കും രക്ഷയ്ക്ക് വേണ്ടി പായുന്നതിന് പകരം അല്ലാഹുവിലേക്ക് അടുക്ക്. അല്ലാഹുവിലേക്ക് അടുക്കാതെ വേറെ എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും രക്ഷിക്കും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്താൽ. ഞാൻ അവസാനിപ്പിച്ചു. അയ്യുഹൽ മുദ്ദസ്സിർ. അതുകൊണ്ട് പുറപ്പെട്ട് മൂടിയവനെ എണീക്ക്. അല്ലാഹ് പറയാം, നിങ്ങൾ ഇങ്ങനെ ബാബരി മസ്ജിദ്, രാമക്ഷേത്രം, അവിടുന്ന് പൊളിഞ്ഞു, ഇവിടെ കിട്ടി, അവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് നിൽക്കുന്നതിന് പകരം പുതപ്പ് മാറ്റി എണീക്ക്. നേരെ നിൽക്ക്. നിങ്ങൾക്ക് നിൽക്കാൻ അർഹതയുണ്ട്. വളയാതെ വറക്കാതെ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്ക്. പറയാനുള്ളത് മുഴുവൻ പറയും. അധികാര കേന്ദ്രങ്ങൾ മുതൽ സാധാരണക്കാരോടക്കം അകത്തും പുറത്തും ഒക്കെ പറയാനുള്ളത് നിങ്ങൾ പറയും. എന്താണ്? അല്ലാഹനെ മാത്രം വാഴ്ത്തിക്കുക. കണ്ട വിഗ്രഹങ്ങളെ മുഴുവൻ വാഴ്ത്താൻ നിൽക്കണ്ട. എല്ലാവരെയും അനുസരിക്കാനും പറയാനും നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ഡിമാൻഡ് വെച്ച് നിങ്ങളുടെ സംസ്കാരം, ഒട്ടക കല്യാണവും മയ്യത്തും കെട്ടൽ കല്യാണവും മറ്റേ JCB കല്യാണവും ഒക്കെ നടക്കുന്ന നാടാണ്. ഇതൊക്കെ നിങ്ങൾ മാറ്റി
മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വസിയാബക ഫതക്കിർ, കണ്ടാൽ അന്തസ്സുള്ള, എതിരാളി പോലും അന്തിച്ചു നിൽക്കുമാറുള്ള സ്വഭാവ വിശുദ്ധിയുള്ള വസയാബക ഫതക്കിർ, നിങ്ങളുടെ വസ്ത്രം വൃത്തിയാക്കി വെക്കുക. ഇസ്രായേലിന്റെയും ഫാസിസത്തിന്റെയും കാപട്യങ്ങളുടെയും സംസ്കാരത്തെ പുൽകി നാറി പുഴുത്ത് പുഴുവരിച്ച് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ച് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വണ്ണം ചീഞ്ഞളിഞ്ഞ ഒരു സംഘമാകുന്നതിന് പകരം അന്തസ്സുള്ള വസ്ത്രവുമായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. മാലിന്യങ്ങളെ വെടിയും. മാലിന്യം എന്ന് ഓർത്തണ്ടേ, വിഗ്രഹം എന്ന് ഓർത്തണ്ടേ. രാഷ്ട്രീയ വിഗ്രഹങ്ങൾ, മതവിഗ്രഹങ്ങൾ, കലാവിഗ്രഹങ്ങൾ, സാഹിത്യ വിഗ്രഹങ്ങൾ, സിനിമാ വിഗ്രഹങ്ങൾ, കായിക വിഗ്രഹങ്ങൾ, ശാസ്ത്ര വിദ്യാഭ്യാസ വിഗ്രഹങ്ങൾ, എല്ലാ വിഗ്രഹങ്ങളെയും, മതവിഗ്രഹങ്ങളും രാഷ്ട്രീയ എല്ലാറ്റിനെയും നിങ്ങൾ വെടിയും. രണ്ടാമത്തത് മാലിന്യങ്ങൾ, പോസ്കോ, ബലാത്സംഗം, കള്ളക്കടത്ത്, കൈക്കൂലി, അഴിമതി, പലിശ, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, ഇതിന്നൊക്കെ നിങ്ങൾ പിന്നോട്ട് പോകും. എന്നിട്ട് നിങ്ങള് വലിയ റബ്ബിക എന്താ നിങ്ങളൊന്നും ആഗ്രഹിക്കണ്ട. ഇവരൊക്കെ വോട്ടിന് വേണ്ടിയല്ലേ പണിയെടുക്കുന്നത്? അധികാരത്തിന് വേണ്ടിയാണ് സംഘപരിവാർ ഈ കെട്ടുകാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അധികാരത്തിന് വേണ്ടി എന്തെങ്കിലും ഇവിടെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഒരു പണി നിങ്ങൾ നടത്തണ്ട. നിങ്ങൾക്ക് തന്നെ രക്ഷപ്പെടാനും അല്ല, മറിച്ച് നമ്മൾ കുൽമാസലക്കുമതിരി. ഞാൻ ഒന്നും നിങ്ങളോട് ചോദിക്കണില്ല. റസൂൽ എങ്ങനെ പറഞ്ഞു? നമുക്ക് നിങ്ങളൊന്നും തരണ്ട. നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് ഈ നാടിന് എന്തെങ്കിലും അധികം പ്രതീക്ഷിച്ച ഒരു പണി നിങ്ങൾ ചെയ്യണ്ട. ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങൾ ഏൽപ്പിച്ച പണി നിങ്ങൾ നടത്തുക. അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമയോടെ. അതാ നേരത്തെ ഗസയെ കുറിച്ചൊക്കെ പറഞ്ഞു. ക്ഷമയുടെ, ക്ഷമ എന്ന് പറഞ്ഞാൽ സഹിക്കലല്ല, നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കലാണ്. ഇസ്രായേലിനോട് വിട്ടുവീഴ്ചയില്ലാതെ, അമേരിക്കയോട് വിട്ടുവീഴ്ചയില്ലാതെ, സൗദിയോടും ഈജിപ്തിനോടും UAE-യോടൊന്നും വിട്ടുവീഴ്ചയില്ലാതെ എല്ലാവരും ഇസ്രായേലിനെ അണച്ചു പിടിക്കുമ്പോ, ചേർത്ത് പിടിക്കുമ്പോ സമ്മതിക്കില്ല എന്ന് സ്വന്തം കുട്ടികളുടെ മയ്യത്തുകളടക്കം രക്തസാക്ഷിത്വത്തിലൂടെ കയ്യിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുമ്പോ അസാമാന്യമായ ശക്തിയോടുകൂടി നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ചു നിൽക്കുന്ന ഗസ നിലപാട് വെക്കാതിരിക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സംഘപരിവാരം നമ്മുടെ മുമ്പിൽ പൊള്ളയായ ഒരു സാധനമാണത്. അതിന് മെക്കാനിക്കലും സിസ്റ്റോ കൊണ്ടൊരു യന്ത്രമൊക്കെയാണത്. പക്ഷേ നമ്മൾ മൂസയായാൽ, നൂഹായാൽ, ഇബ്രാഹിമായാൽ, ഉമറായാൽ, ഖാലിദ് ബിൻ വലീദ് ഒക്കെ ആയി മാറിയാൽ, നിങ്ങൾ ഇസ്ലാമിന്റെ വിശുദ്ധിയുള്ള സംഘമായിട്ട് മാറിയാൽ, വർഗീയ സാമുദായിക ജാതീയതകൾക്കപ്പുറം മാനവികതയും മനുഷ്യത്വവും സത്യവും നീതിയും ദൈവികതയും പ്രവാചകത്വവും നിങ്ങളിൽ ചേർന്ന് വന്നാൽ പിന്നെ അവർക്ക് നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് അള്ളാഹുവിനോട് ആരെയും നിങ്ങൾ അനുസരിക്കണ്ട. നിങ്ങൾ അള്ളാന്റെ വിധിക്ക് കാത്തിരുന്നു. ഈ ക്രിമിനലുകളും ധിക്കാരികളെയും ഒന്നും അനുസരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. ആത്മാഭിമാനത്തോടെയും അന്തസ്സോടെയും അള്ളാഹുവിന്റെ ദീനിനെ സ്വന്തം നെഞ്ചിലും കരങ്ങളിലും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും അനുകൂലമായ സന്ദർഭം കൂടിയാണ് ഈ റമദാൻ. ശുദ്ധീകരിക്കാനും തിരിച്ചു പോവാനും വീണ്ടെടുക്കാനും വളരാനും പടരാനും വികസിക്കാനും ഇഹലോകവും പരലോകവും നേടിയെടുക്കാനുമുള്ള ഏറ്റവും അനുകൂലമായ കാലമായി വരാനിരിക്കുന്ന റമദാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിച്ച് ഹിന്ദുത്വ ഫാസിസത്തെയും അതിന്റെ വംശീയ വർഗീയ നിലപാടുകളെയും മൂക്കോട് മൂക്ക്, നെഞ്ചോട് നെഞ്ച്, തലയോട് തലക്ക് നിന്ന് നേരിട്ട് ഇന്ത്യൻ മനുഷ്യരുടെ തന്നെ സംരക്ഷകന്മാരായി 30 കോടി മുസ്ലിമീങ്ങൾക്ക് മാറാൻ കഴിയുമാറ് ഏറ്റവും കരുത്തുള്ള സംഘമായിട്ട് മാറാനുള്ള തിരിച്ചുപോക്കിന് റമദാനിന് ഉപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കുന്നതിന്റെ ഒരു വഴി കൂടിയായി ഈ പരിപാടി നമുക്ക് ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.